Good afternoon. Good afternoon, Good Miss. afternoon, Miss. Good afternoon. Okay, how are you all? Good Fine. ma'am. Fine, ma'am. Fine. കുറെ നാളെ നമ്മൾ കണ്ടിട്ട് ആണോ? അതെ ma'am. അതെ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്. പഠിച്ചൊക്കെ മറന്നു പോയോ? അത് ഓർമ്മയുണ്ടോ? മറന്നോ? അത് ഓർമ്മയുണ്ടോ? പറയൂ. അവളെ ഇമോജീസ് മുഴുവൻ നടക്കണ്ട. പറയൂ. എല്ലാം കൂടെ തലക്ക് കിളി പോയ അവസ്ഥ. കിളി കുറച്ചുകൂടെ പറക്കും ഇപ്പോ. നിങ്ങൾ എടുക്കുമ്പോ കിളി ശരിക്കും പോകും. ഓക്കേ. ടെൻസ് കംപ്ലീറ്റ് ആയില്ലേ? ഫ്യൂച്ചർ കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. ഫ്യൂച്ചർ കഴിഞ്ഞു. ശരി. പ്രസന്റും പാസ്റ്റും കഴിഞ്ഞു. പ്രസന്റും പാസ്റ്റും ഓർമ്മയുണ്ടോ? ഓണസ്റ്റ് ആയിട്ട് മറുപടി പറയൂ. ഓർമ്മയുണ്ടോ ഇല്ലേ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, കുറച്ചൊക്കെ ഓർമ്മ. അതെ. എന്നാണോ? കറക്റ്റ് ആണ്. നമുക്കെന്നാല് പ്രസന്റ് തുടങ്ങി ഒന്നുകൂടെ പഠിക്കും. ഓർമ്മയുണ്ടാകുന്ന കാലം. പ്രസന്റിൽ ഞാൻ കുറച്ച് സ്ട്രക്ചർ പറഞ്ഞു തരുന്നു. ഇപ്പൊ സ്ട്രക്ചർ ഏതാണ് മിസ് ചെയ്ത് ചോദിക്കരുത്. ആണോ? സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റിന്റെ കൂടെ V1 ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സബ്ജക്ട് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരുന്നില്ലേ? അതെ. ഇല്ലേ? എനിക്ക് നല്ല തലവേദനയുണ്ട്. മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കണേ. ഓക്കെ. അപ്പോ നമുക്ക് അതിൽ അതേപോലെ സ്ട്രക്ചേഴ്സ് ഒന്നും വേഗം പഠിക്കും. സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി ആശ്വാസം ഉണ്ടാവും. ടെൻസ് ഒരു സെന്റൻസ് തന്നാല് നിങ്ങൾക്ക് ടെൻസ് പറയാ മലയാളത്തിൽ പറഞ്ഞാല് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതുമല്ല ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ. സോ എന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് സ്ട്രക്ചർ വേഗം ഒന്ന് പഠിക്കാം. റെഡി? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. പ്രസന്റ് സിമ്പിൾ അല്ലെ? രണ്ടും സെയിം ആണ്. പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിളിലെ സബ്ജക്ട് പ്ലസ് V1. ഓക്കെ. നോട്ട് കയ്യിലുണ്ടെങ്കിൽ നോട്ട് എടുത്തിരിക്കുക. സബ്ജക്ട് പ്ലസ് V1. V1 ആണ് വരെ. അതാണ് സിമ്പിൾ പ്രസന്റ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ing. അങ്ങനെയാ പറയാം. ഓക്സിലറി വെർബ് പ്ലസ് ing. ഓക്കെ. നെക്സ്റ്റ് പ്രസന്റ് ഒന്നും കൂടെ പറയോ? ഫസ്റ്റിന് ഒരു കാര്യം ചെയ്യോ? നോട്ട്ബുക്ക് എടുക്കും. എടുത്തു. എഴുതാ. പ്രസന്റ് ടെൻസിന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് പ്രസന്റ് സിമ്പിൾ എഴുതാം. പ്രസന്റ് സിമ്പിൾ എഴുതാ. സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1. അതായത് സബ്ജക്ട് ഏതാണോ I, you, we, they, she, he, it ഇതെല്ലാം സബ്ജക്റ്റ് ആണ്. ഓക്കെ. V1 എന്ന് പറയുമ്പോ വേർബിന്റെ ആദ്യത്തെ ഫോം. റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ആണ് V1 ഫോം. റൈറ്റ്, റോഡ്, റിട്ടേൺ. V1, V2, V3 അല്ലെ? റൈറ്റ്, റോഡ്, റിട്ടേൺ എന്നാ പറയാം. ഓക്കെ. അപ്പോ മാം ഫസ്റ്റിലൊന്ന് പറയോ?
പ്രസന്റ് സിമ്പിളില് സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, അത് എഴുതാം. സബ്ജക്ട് പ്ലസ് V1 എഴുതാം. ഇപ്പൊ V1 എഴുതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാണ് നമുക്ക് V1, V2, V3 ഉണ്ട്. ഇതിന്റെ ഞാൻ നോട്ട് തന്നിരുന്നറിയോ നിങ്ങൾക്ക്? V1, V2, V3 തന്നോ? തന്നോ? ഓക്കെ, അപ്പോ V1 എന്താന്ന് മനസ്സിലായല്ലോ? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് V1 എന്ന് പറയാം. മനസ്സിലായോ എല്ലാവർക്കോ? ക്ലിയർ ആണോ? മാം ഇത് ഒന്നും കൂടെ പറയോ? പ്രസന്റ് സിമ്പിളില് സബ്ജക്ട് പ്ലസ് P1, അത് കഴിഞ്ഞ് സബ്ജക്ട് പ്ലസ് V1 പ്രസന്റ് സിമ്പിളില്. ഓക്കെ, V1 എന്താണെന്നാണോ മനസ്സിലാവാതെ നവ്യ? മനസ്സിലായോ? എന്താണ് മനസ്സിലാവാത്തെ ചോദിക്കാവോ എന്നോട്? അത് അതിന്റെ കണ്ടിന്യൂഷൻ ആയി. അപ്പോ അത്രയും എഴുതാം. സബ്ജക്ട് പ്ലസ് V1. ഞാനത് കുറച്ചുകൂടെ എക്സ്ട്രാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് എഴുതിയും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, നെക്സ്റ്റ് ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്ട് പ്ലസ് ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് പ്ലസ് വെർബിന്റെ കൂടെ ING. വെർബ് പ്ലസ് ING എന്ന് അങ്ങനെ എന്തെങ്കിലും എഴുതാം. സബ്ജക്ട് പ്ലസ് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് പ്ലസ് വെർബിന്റെ കൂടെ ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ? അതായത് ഇനിയിപ്പോ ഓക്സിലറി വേർബ് എന്താന്ന് വെക്കുമ്പോ അത് പറയാം. ഈസ്, ആം, ഈസ്, ആർ ആണ് ഓക്സിലറി വേർബ്. ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ ആണ് ഓക്സിലറി വേർബ്. ഓക്കെ, അപ്പോ എക്സാമ്പിൾ എന്താ വരാ? സബ്ജക്ട് ഏതാണോ? ഹീസ് സിറ്റിംഗ്. ഹീസ് സിറ്റിംഗ്, ഹീയുടെ കൂടെ ഈസ് വരും. ഹീസ് സിറ്റിംഗ്. ആം സിറ്റിംഗ്, കണ്ടോ? സിറ്റിന്റെ കൂടെ ING വരും. ആം സിറ്റിംഗ്. ദേ ആർ സിറ്റിംഗ്. യു ആർ സിറ്റിംഗ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ഏതാ? പ്രസന്റ് പെർഫെക്റ്റ്. Present perfect. Subject plus has or have plus V3 form. V3 ഏതാ? V3. Subject plus has or have plus V3. മാം ഒന്നും കൂടെ പറയോ? പ്രസന്റ് എന്നാ? Present perfect. Present perfect ല് has or have plus present perfect has or have plus has or have plus V3. അതായത് IUV ആണെങ്കിൽ have, he sheet ആണെങ്കിൽ have. Clear? ക്ലിയർ ആയോ? അപ്പൊ എന്താ വരാം? He has speaking. സ്ട്രക്ചർ എഴുതുമോ? സബ്ജക്ട് പ്ലസ് has or have plus V3. അത് എഴുതിയോ? മാം ഈ V3 എന്ന് പറയുമ്പോൾ റിട്ടേൺ അതാണോ? അതെ, റിട്ടേൺ. പറഞ്ഞ മാറിപ്പോയത് റിട്ടേൺ ആണ്. V3 എന്ന് പറയുമ്പോൾ റിട്ടേൺ. റൈറ്റ് ആണെങ്കിൽ റൈറ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് റോട്ട് റിട്ടേൺ V3 ഫോം എടുക്കുക, റിട്ടേൺ എടുക്കുക.
ഓക്കെ, അപ്പോ he has returned, I have returned അങ്ങനെ വരും. He has returned, I have returned. ഇനിയിപ്പോ സ്പീക്ക് ആണ് എങ്കിൽ he has spoken, I have spoken. ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, വെർബിന്റെ V3 ഫോം ആണ് എടുക്കേണ്ടത്. നെക്സ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Present perfect continuous. Subject plus has or have plus been plus ing. Been. B-double-E-N. Been. Subject plus has or have plus been plus ing. Okay. Clear ആയോ? Subject plus has or have plus been plus ing. എല്ലാ സ്ട്രക്ചറും എഴുതി കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, സോ സ്ട്രക്ചർ ഒന്ന് നന്നായിട്ട് നോക്കി. മാം V1 ഫോം ആണോ വരണ്ടത്? കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂസ്ലി V1 ആണ്. V1 ing ഫോം. ing ഫോം വരുമ്പോ എപ്പോഴും V1 ആയിരിക്കും. കണ്ടിന്യൂസിന്റെ എക്സാമ്പിള് ഇപ്പോ I have been writing, I have been writing, he has been writing അങ്ങനെ വരും. I have been writing, he has been writing. ഓക്കെ, ക്ലിയർ ആയില്ലേ? സ്ട്രക്ചർ എല്ലാവരും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയെങ്കിൽ ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ, നോട്ട്ബുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് പറഞ്ഞേ, സ്ട്രക്ചേഴ്സ് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അഞ്ജു, അഞ്ജു എന്താ? അഞ്ജു ഇപ്പോ പറഞ്ഞ ഒരു എക്സാമ്പിൾ കൊടുത്തില്ല, ഹാവ് ബീൻ റൈറ്റിംഗ്, അത് സ്റ്റിൽ ഡൂയിങ് അതിന് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. സ്റ്റിൽ ഡൂയിങ് എന്ന് പറയാൻ ചിലപ്പോ ചാൻസ് കുറവല്ല. ഡൂയിങ് ആണ്, പക്ഷെ അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. പെർഫെക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയൂ. അഞ്ചു ഒന്ന് പറയൂ, സ്ട്രക്ചർ എന്ന് പറഞ്ഞേ. ആദ്യം മുതലേ പറയൂ. സിമ്പിൾ പ്രസന്റ് തുടങ്ങി കണ്ടിന്യൂസ് വരെ പറയൂ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആയിരിക്കും. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് ing. എക്സാമ്പിൾ പറയണോ? പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ്
ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING. ഓക്കെ. ഇനിയിപ്പോ ഞാൻ അഞ്ജുവിന് ഞാൻ കുറച്ച് ഒരു 2 സബ്ജക്റ്റും തരാം, വേർബും തരാം. ഓക്കെ ഒന്ന് സബ്ജക്റ്റ് ഹി, വെർബ് ഈറ്റ്. ഇത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ, സ്ട്രക്ചർ ബേസ് ചെയ്തൊന്ന് പറഞ്ഞേ. പറയൂ അഞ്ജു. അഞ്ജു പറയൂ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റില് ഹി ഈറ്റ്. ഈറ്റ് ആണോ? ഇതല്ലേ? സിംഗുലർ ആണ്. ഇപ്പൊ സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വേർബ് ആയിരിക്കും വരാം. അപ്പൊ ഈറ്റിന്റെ കൂടെ എന്ത് വരാം? Eats. ഓക്കെ. He eats ആണ്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസില് ഹി ഈസ് ഈറ്റിംഗ് എന്ന് വരും. he is eating. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റില് ഹി ഹാസ് eaten. Yeah. He has eaten. Okay. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ഹി ഹാസ് ബീൻ ഈറ്റിംഗ്. Yeah. He has been eating. Okay. Clear ആയോ ഇപ്പോ? So simple. Yes, ma'am. നെക്സ്റ്റ് ഇനി ആരാ പറയാ? സ്ട്രക്ചർ ആരാ പറയാ? ഞാൻ പറയാം. ഓക്കെ. സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് plus been plus ING form of the verb. Yeah. So subject you, verb make. പറയൂ. Verb make MAKE make. make. Simple present le you makes. Singular വരുമ്പോ You singular ആണെന്ന് ആര് പറഞ്ഞു? sorry you make. You make. Okay. Present continuous le you are making. Present perfectly you have maken. Make ആണോ? make എന്ന് പറഞ്ഞു ബാക്കിയില്ല. made. Yeah, made. മാറിപ്പോയി. You have made. Present perfect continuously you have been making.
Yeah, good. പഠിച്ചു. ഇനി ആരാ പറയാ? ബിൻഷ. Yes, miss. ബിൻഷ എന്താ മിണ്ടാ? ഭയങ്കര സൈലന്റ് ആണെന്ന്. എന്ത് പറ്റി ബിൻഷ? ഒന്നുമില്ല മിസ്സേ. എന്താണ്? നീ ആക്റ്റീവ് ആയിരുന്നല്ലോ. എന്ത് പറ്റി? കുറെ നാളിന് ശേഷം ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നോ? ഇതൊക്കെയുണ്ട് വിശേഷം ബിൻഷ. സുഖമാണ്. എക്സാം അല്ല അതുകൊണ്ട് നല്ല സുഖ. അതുകൊണ്ട് പ്രത്യേകം നല്ല സുഖാണല്ലേ? ഇംഗ്ലീഷിലല്ലോ അല്ലേ? സമാധാനിക്കൂ. മേഘ സമാധാനം. ആണ് സമാധാനം. ടെൻഷൻ ഉണ്ട് ഈ സബ്ജക്റ്റ് എന്നാ പറയുന്നത്. നിങ്ങൾ ടെൻസ് പഠിച്ചില്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ട് ടെൻസ് പഠിച്ചു വന്നത്. ഇപ്പൊ സിമ്പിൾ ആയിരുന്നു അല്ലേ? അതെ ഇപ്പൊ സിമ്പിൾ ആയി അല്ലേ? അതെ അതെ. ഓക്കെ ബിൻഷ പോവല്ലേ? പറഞ്ഞിട്ട് പോ. Yes, miss. നിങ്ങൾ മിസ് ചെയ്തോ? ഞാൻ മറന്നു. നിങ്ങൾ മിസ് ചെയ്തോ? മിസ് ചെയ്തു. ഇല്ല സമാധാനം. ഇംഗ്ലീഷ് ഉണ്ടായില്ലല്ലോ. ആശ്വാസം. ഓക്കെ പറയൂ. സ്ട്രക്ചർ പറയൂ ബിൻഷ. Simple present subject plus V1. Present continuous subject plus auxiliary verb plus V plus ing form. Present perfect subject plus has or have plus V3. Present perfect continuous subject plus has or have plus been plus V1 plus ing form. ബിൻഷ ഇത് നോക്കിയാണോ വായിച്ചിട്ട് കാണാതെ പറഞ്ഞോ? എന്തോ? നോക്കി വായിച്ചതാണോ അല്ലെങ്കിൽ കാണാതെ പറഞ്ഞാണോ? നോക്കി വായിച്ചതാ. എനിക്ക് തോന്നി അത് സ്പീഡിൽ പോയത്. കാണാതെ പറയൂ. അയ്യോ അയ്യോ ബുക്ക് അടിക്കൂ. കാണാതെ പറയൂ. എനിക്ക് ഇവിടെ നിന്ന് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ simple present subject plus V1. Present continuous subject plus auxiliary verb plus V plus ing form. Present perfect subject plus has or have plus V3. Present perfect continuous subject plus has or have plus been plus V1 plus ing. ഓ പഠിച്ചു. ഇനി സബ്ജക്റ്റ് ദേ. ഓക്കെ സബ്ജക്റ്റ് ദേ. വെർബ് സി. SEE. ഓക്കെ ബിൻഷ പറയൂ. പോയോ ബിൻഷ? ഉണ്ട്. പറയൂ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ആകുമ്പോ ദേ സി. സി ആണ്. സി SEE സി. അപ്പൊ എന്താ സിമ്പിൾ പ്രസന്റ് എന്താ? ദേ സി. ദേശീയ തന്നെയാണ്. ഡൗട്ട് അടിക്കണ്ട. ദേശീയാണ്. ഓക്കെ കണ്ടിന്യൂസ്. They are seeing. Perfect. They have seen. They have seen. Okay
Perfect continuous. They have been seeing. Yeah, good. Completed. അല്ലേ കഴിഞ്ഞു. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് പഠിച്ചു, അങ്ങനെ പഠിച്ചെടുത്തു അല്ലേ? ഇത്ര സിമ്പിൾ ആയിരുന്നു സെന്റൻസ് അല്ലേ? നവ്യ യെസ് മാം. പറയൂ. സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1. നവ്യക്ക് ഞാൻ സബ്ജക്റ്റും വെർബും തരാം. ഈ സ്ട്രക്ചർ വെച്ച് പറയും. ഓക്കെ, ട്രൈ ചെയ്യാം. സബ്ജക്റ്റ് ഷീ, വെർബ് ഗോ. She go. She is. No. Present simple എന്താ വരാ? സബ്ജക്ട് പ്ലസ് V1. പറയൂ. പറയൂ, സിമ്പിൾ ആണത്. സബ്ജക്ട് ഏതാണ്? She. V1 ഏതാണ്? Go. ഗോ ആണ്. ഷീ ആയതുകൊണ്ട് എന്താ വരാ? ഷീ സിംഗുലർ ആണ്. അപ്പൊ ഗോ എന്തായിരിക്കും വരാ? ഷീ നവ്യ യെസ് മാം. എന്തായിരിക്കും വരാ? ഗോയുടെ കൂടെ എന്ത് വരും? എസ് ആഡ് ചെയ്യണ്ടേ? She goes. ഓക്കെ. ടെൻഷൻ എന്തിനാ? ടെൻഷൻ അടിക്കണ്ട. റിലാക്സ് ചെയ്തൊന്ന് പറയൂ. She goes. ഓക്കെ, കണ്ടിന്യൂസ് എന്ത് വരും? ഓക്സിലറി വെർബ്. അപ്പൊ പറയൂ, എന്താ സെന്റൻസ് എന്ത് വരും? He, she. She dancing. ഇല്ല, നവ്യ ഗോ വെച്ചിട്ട് പറയൂ. ഗോ വെച്ചിട്ട്. സബ്ജക്ട് ഷീ, വെർബ് ഗോയാണ്. അപ്പോ പ്രസന്റ് സിമ്പിള് ഷീ ഗോസ് പറഞ്ഞു. ഇനി കണ്ടിന്യൂസിൽ എന്താ വരാ? ഷീയുടെ കൂടെ ഓക്സിലറി വെർബ് വരാം. ഏത് വരും? ഷീ ing ഫോം. ഷീ ഈസ് വേണ്ടേ? ഷീ ഈസ് ഗോയിങ് എന്ന് വരും. ഷീസ് ഗോയിങ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ്ലി എന്ത് വരും? സബ്ജക്ട് പ്ലസ് ഹാവ്. ഹാവ് ഓർ ഹാസ് ഓർ. Then V3. അപ്പൊ ഇവിടെ സബ്ജക്ട് നമുക്കുണ്ട്, ഷീ ആണ്. ഷീ ആയതുകൊണ്ട് ഹാസ് ആൻഡ് ഹാവ് ആണ് വരാ. ഹാസ്. ഷീ ഹാസ് കിട്ടി. ഇനി ഗോയുടെ V3 ഫോം ഏതാണ്? ഗോയിങ് ആണോ? No. V3 ഫോം ഏതാ? Go, went, gone. Go, went, gone ആണ്. Gone ആ വരാ. അപ്പൊ she has gone. Gone. Okay. She has gone. Then perfect continuous എന്താ വരാ?
She has been going. അങ്ങനെയല്ലേ നവ്യ? നവ്യ യെസ് മാം. ആ മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറയാനാവുന്നില്ല, അതാണ്. സ്ട്രക്ചർ നന്നായിട്ടൊന്ന് പഠിക്കൂ കേട്ടോ, മനസ്സിലാവും. ഓക്കെ മാം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാം, അപ്പൊ പറയണേ. ആ ഇനിയിപ്പോ ആരാ പറയാ? ആരും പറയുന്നില്ല. സബ്ജക്റ്റും വെർബും പറയൂ ആരെങ്കിലും? സബ്ജക്ട് ആൻഡ് വെർബ് പറഞ്ഞാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പറയോ? എല്ലാ ടെൻസും കൂടെ പറയോ? യാ, രേവതി. Hi, ma'am. സബ്ജക്ട് യു, വെർബ് കം. Come. സ്പീഡ് പഠിക്കണമെങ്കിൽ കം. Okay. You come. You are coming. You have. Sorry. You have come. And you have been coming. യാ, നല്ലൊരു ഗെയിം അല്ലേ? ഇഷ്ടമായ നിനക്ക്? നെക്സ്റ്റ് സബ്ജക്ട് ഷീ, ഷിയോ ഹിയോ ആരെങ്കിലും. വെർബ് സിംഗ് ആരാ പറയാ? ആതിര, ആതിര ചന്ദ്രൻ. Yes, ma'am. സബ്ജക്ട് ഷീ, വെർബ് സിംഗ് പറയൂ. She sings. She is singing. She has. വരുമ്പോഴാണ് she has Sang. Sang. she has sung ആണ് sung. Sang. Yeah. She has been singing. She has been singing. Yeah. Correct. Next, Anju. Yes, ma'am. Subject ഒക്കെ പറയൂ. സബ്ജക്റ്റും വെർബും പറയൂ. ആരുടെ? അഞ്ചു അതിനോട് ചോദിക്കൂ. എനിക്ക് റെസ്റ്റ് എടുക്കാം. ഞാൻ ആതിരയോട് ചോദിക്കാം. ചോദിക്കും. നിങ്ങൾ തമ്മിൽ കളിച്ചു, ഞാൻ കണ്ടിരിക്കാം. ഐയും ലേണും. സബ്ജക്റ്റ് ഐ, ലേൺ വരില്ലേ? ലേൺ വരില്ലേ? വെർബ് ലേൺ വരില്ലേ? ലേൺ. ലേൺ വരും. ലേൺ. യാ. സബ്ജക്ട് ഐ, വെർബ് ലേൺ. ആരോട് ചോദിക്കുന്നേ? ആതിര. 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 ആതിര മിണ്ടുന്നില്ലല്ലോ. അഞ്ചു. അഞ്ചു, അഞ്ചു ചോദിക്കൂ. അതിനോട് സംസാരിക്കാൻ പറയൂ. ഇപ്പൊ സംസാരിക്കും. I learned. I am learning. I have. അവിടെ വരുമ്പോ സ്റ്റക്ക് ആവണം. എന്താണ്? ഇവൻ വീട്ടിൽ പഠിക്കണം. ഓക്കെ. എന്ത് വരും? Learned. I have learned. I have learned.
I have been learning. അഞ്ച് correct ആണോ? അതെ മാം. ഇനിയിപ്പോ ആരാ ചോദിക്കാം? ബിൻഷ. ബിൻഷ, Yes, ma'am. ഒരു സബ്ജക്റ്റും വെറും ആരോടെങ്കിലും ചോദിക്കൂ. ഞാനാ ചോദിച്ചാൽ വേണ്ടില്ല, നിങ്ങളെങ്കിലും ചോദിച്ചു വേണ്ടില്ല. Subject you. Verb say. S-A-Y say. ആരോടാ ചോദിക്കണേ? നന്ദന. നന്ദന ക്ലാസ്സിലുണ്ടോ? ബിൻഷ, നന്ദന മിണ്ടുന്നില്ല. ക്ലാസ്സിലുണ്ട് മിസ്സേ, മിണ്ടാൻ പറ. ആ പറ. ബിൻഷ പറയൂ. ഞാനാ വിളിച്ചിട്ട് ആരും കണ്ടില്ല. ബിൻഷനെ വിളിക്കൂ. നന്ദന. നന്ദന. നന്ദന ക്ലാസ്സിലുണ്ടെങ്കിൽ ഹാജരാവുക അല്ലേ? നന്ദനുണ്ടോ? നന്ദനുണ്ട്. നന്ദന. ബിൻഷ Yes, miss. ചോദിക്കൂ. നന്ദന എന്താണ് മിണ്ടാത്തത് ചോദിക്കൂ. ക്ലാസ്സില് ചോദിക്കൂ. ചോദിച്ചോളൂ. ഫുൾ ഫ്രീഡം ആണ് ക്ലാസ്സില്. വേറെ ആളെ വിളിക്കട്ടെ? എന്തോ? വേറെ ആളെ വിളിക്കട്ടെ? വിളിച്ചോളൂ. ഹന്ന. ഹന്ന. എന്തായാലും മിണ്ടാത്തേ? ഞാൻ വിചാരിച്ചു ഞാൻ വിളിച്ചാൽ മാത്രമാണ് നിങ്ങളൊന്നും മിണ്ടാത്തതെന്ന്. എന്താണ് ഇത്ര നേരെ ബിൻഷ വിളിക്കുന്നു? കേൾക്കുന്നില്ല ഹന്ന? എല്ലാരും പോയെന്ന് തോന്നുന്നു. പോയിട്ടില്ല. ഞാൻ പറയാം. എല്ലാവരും ബിൻഷ വേറെ എന്നെ വിളിക്കൂ. അല്ല, ഞാൻ പറഞ്ഞാ മതിയോ? പറയൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഞാൻ തന്നെ പറയേണ്ടി വരില്ലേ? എല്ലാരും വിളിക്കൂ. എണീക്കാൻ പറ. ഉറങ്ങണമെങ്കിൽ എണീക്കാൻ പറയൂ എല്ലാവരും. രേവതിയോട് ചോദിച്ചിട്ടുണ്ടോ? എന്താ ആരും മിണ്ടാതെ? നിങ്ങൾക്ക് ആർക്കൊന്നും പഠിക്കണ്ടേ? ഷാനി. ഷാനി വിളി കേട്ടു. ബിൻഷ രക്ഷപ്പെട്ടു. Simple present you say. Present continuously you are saying. Present perfectly you have said. Present perfect continuously you have been saying. Correct. ഷാനി ഒരു സബ്ജക്ട് വെർബ് പറയൂ. Subject he. Verb Drink. Yeah, good. വിളിക്കൂ. ആരോടാണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. Jismi. ജിസ്മിയോ? ജിസ്മി. Yeah, ജിസ്മി. Okay, ജിസ്മി വിളി കേട്ടു. ജിസ്മി ആൻസർ പറയൂ. ഞാനിപ്പോ ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്താന്ന് കൂടി എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ഇത്ര നേരം നെറ്റ് ഉണ്ടായിരുന്നില്ല.
ഷാനി പറഞ്ഞു കൊടുത്തോളൂ ജിസ്മിക്ക്. ഞാൻ എന്താ പറയണ്ടേ? അതൊരു ഫുള്ളായിട്ട് ആ പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തേ? അടച്ചോനെ. അത് പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ പറഞ്ഞു. അതില് സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. അപ്പോ ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ ഐ റൈറ്റ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. റൈറ്റിംഗ്. ഐ ആം റൈറ്റിംഗ്. ആ ഓക്കെ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോ ഇപ്പൊ ഷീ ഹാസ് റിട്ടേൺ എന്ന് വരും. എക്സാമ്പിള് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അതിന്റെ എക്സാമ്പിള് ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് വരും. അതാണ് പറഞ്ഞത്. ജിസ്മിക്ക് മനസ്സിലായോ? കുറച്ചൊക്കെ. കുറച്ചൊക്കെ. ഇനി അഞ്ചു പറഞ്ഞു കൊടുക്കൂ. അഞ്ചു പറഞ്ഞു കൊടുക്കൂ. എന്താ മാം പറയണ്ടേ? ഇന്നത്തെ ക്ലാസ് ജിസ്മി ഇപ്പഴാ ജോയിൻ ചെയ്തേ. ക്ലാസ് നമ്മൾ പറഞ്ഞു 2-3 ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂസ് ആണ് പഠിച്ചോണ്ടിരിക്കണേ. അല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിസ് പറഞ്ഞ തന്നെയാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് V1 ഫോമില് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി സ്പീക്ക് അല്ല ഹി സ്പീക്സ് അല്ലേ മാം? ആ യെസ് വരാൻ കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്കൂ. അയ്യോ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഈ സിമ്പിൾ അല്ലേ? ഹി ഷീ ഇറ്റ് വരുമ്പോ എസ് ആഡ് ചെയ്യും. സിംഗുലർ ആയതുകൊണ്ടാണ്. സിംഗുലർ. ഈ ഷീറ്റ് എല്ലാം സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടാണ് അവിടെ എസ് ആഡ് ചെയ്യേണ്ടത്. വെർബിന് കൂടെ എസ് ആഡ് ചെയ്താലാണ് വെർബ് സിംഗുലർ ആവുള്ളൂ. ഓക്കെ. അപ്പോ ഹി ആണെങ്കിൽ സ്പീക്സ് വരും. എസ് ആഡ് ചെയ്യണം വെർബിന് കൂടെ. ഓക്കെ. കണ്ടിന്യൂ ചെയ്യാൻ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് പറഞ്ഞത്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് V1 പ്ലസ് ING. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഈസ് സ്പീക്കിംഗ് എന്ന് വരും. ഈ ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ്, ആം, ആറ് എന്നുള്ള വേർഡ്സ് ആണ്. അങ്ങനല്ലേ മാം? ശരിയാണ്. ജിസ്മി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടോ അഞ്ജുനോട്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് അതെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമ്മൾ ഈ ഹാവ് യൂസ് ചെയ്യുന്നത് ഐ, യു, ദേ, വി എന്ന് പറയുന്നത് നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഹി, ഷീ, ഇറ്റിന് നമ്മൾ ഹാസും യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഹാസ് ഹി ഹാസ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റിംഗ് ആണെങ്കിൽ റിട്ടേൺ എന്ന് വരും, സ്പീക്ക് ആണെങ്കിൽ സ്പോക്കൺ എന്ന് വരും. അങ്ങനെ മനസ്സിലായോ? മനസ്സിലായുന്നുണ്ട്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നാലാമത് പറഞ്ഞത്. അതില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആണ് വരുന്നത്. ഒന്നുകൂടി പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് BEEN ബീൻ ഓക്കെ പ്ലസ് ING. ഈ ബീൻ വെച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് പറയും. V1 ഫോം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്.
മനസ്സിലായോ? ആ ഓക്കെ. ഒന്നും കൂടെ പറയണോ? V1 ഫോം IN ഫോം അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING. ഓക്കെ. ഇപ്പൊ റൈറ്റ് എന്നുള്ള വേർഡ് നമ്മൾ ING യൂസ് ചെയ്യുമ്പോൾ റൈറ്റിംഗ് എന്നാവും. മനസ്സിലായോ? ഓക്കെ. എല്ലാ ഡൗട്ടും ഉണ്ടോ? ഡൗട്ടൊന്നുമില്ല. ശരി. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. സോ അഞ്ജു ഷാനി പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നില്ലേ? യെസ് മാം. സോ ഇനി പിന്നെന്താ? ഇതുപോലെ ഫാസ്റ്റ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഇപ്പൊ കഴിയും. ജിസ്മിനോട് ചോദിച്ചതിന് ആൻസർ പറയൂ ജിസ്മി. ഷാനിയാണ് ചോദിച്ചത്. ഷാനി ചോദിച്ചോളൂ ജിസ്മിനോട്. പ്ലീസ് ജിസ്മി ആൻസർ പറയും. ഷീയാണ് അയ്യണാവോ? ഷീയും ഡ്രിങ്കും. ഡ്രിങ്ക് സബ്ജക്റ്റ് ഷീയും വെർബ് ഡ്രിങ്ക്. ഷീ ഡ്രിങ്ക്സ് ജ്യൂസ്. അങ്ങനെ വരുമോ? ജ്യൂസ് തിരികെ കുഴപ്പമില്ല. ഡ്രിങ്ക് മാത്രം മതി. ഡ്രിങ്ക് വെച്ച് മാത്രം പറഞ്ഞാൽ മതി. സബ്ജക്റ്റും വെറുതെ മതി. സെന്റൻസ് ഫുള്ള് മേക്ക് ചെയ്തതിലും കുഴപ്പമില്ല. ഓക്കെ, ഷീ ഡ്രിങ്ക്സ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് കണ്ടിന്യൂസ് പറയും. ഷീ ഡ്രിങ്കിങ്. കണ്ടിന്യൂസ് വരുമ്പോ ഷീയുടെ കൂടെ ഷീ ഈസ് ഡ്രിങ്കിങ്. ഷീ ഈസ് ഡ്രിങ്കിങ്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ വരുന്നത് ഷീ ഹാസ് ഡ്രിങ്കിങ് വരുമോ? ഡ്രിങ്കിങ് എന്നാണോ അവനെ? ഷീ ഹാസ് ഡ്രിങ്ക്. V3 ഫോം. ഡ്രിങ്കിന്റെ V3 ഏതാ? ഡ്രിങ്ക്, ഡ്രങ്ക് അല്ലേ? ഷീ ഡ്രങ്ക് അല്ലേ? ഷീ ഡ്രങ്ക് അല്ല. ഷീ ഹാസ് ഡ്രങ്ക്. ഷീ ഹാസ് ഡ്രങ്ക്. ഓക്കെ, നെക്സ്റ്റ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. She has been drinking. She has been drinking. അഞ്ജു, ഷാനി അഞ്ജു പറഞ്ഞു കൊടുത്തത് ജിസ്മിക്ക് മനസ്സിലായോ? സോ ഇനി എന്താണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയാൻ ആഗ്രഹമുണ്ടോ? താല്പര്യമുണ്ടോ ഇനി പറയാൻ? Right. It is. Oh, it is it. Inshallah. ഇനി ആർക്കെങ്കിലും ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയുക. എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത ക്ലാസ്സില് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെന്റൻസ് മേക്ക് ചെയ്യുമ്പോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞുതരാം. കുറച്ച് നമുക്ക് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാം.
ഞാൻ പാട്ട് പാടുകയാണ്. ഞാൻ പാട്ട് പാടുകയാണ്. പറയൂ, I ആരെങ്കിലും am പറഞ്ഞോളൂ. sing a song. ടെൻസ് ഏതാണ്? ഞാൻ പാട്ട് പാടുകയാണ്. ടെൻസ് പറയുവാതെ. Continuous. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എങ്ങനെ വരും? I am singing. I am singing a song. I am singing a song. അല്ലെ? ഞാൻ പാട്ട് പാടുകയാണ്. I am singing a song. ഓക്കെ. ഞാൻ ചായ കുടിക്കുകയാണ്. I am drinking a tea. Yeah, I'm drinking a tea. Okay. Next. ആളുകൾ പോകുന്നു. ആളുകൾ പോകുന്നു. ടെൻസ് ഏതാണ്? Present perfect. No. ആളുകൾ പോകുന്നു. Present. സിമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. ആളുകൾ പോകുന്നു. സോ ആളുകൾ എന്ന് പറയുമ്പോ They. No. People. ആളുകൾ എന്ന് പറയുമ്പോൾ people. Yeah. People? Go. People is going. No. Go. Yeah. Simple present അല്ലേ? Go. People? Yeah. People go. ആളുകൾ പോകുന്നു. സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാനുണ്ട്. പോകുന്നു, വരുന്നു, ചാടുന്നു, ഓടുന്നു, നൂ വരും. അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ. പോകുകയാണ്, അത് ചെയ്യുകയാണ്, പാടുകയാണ്, ഡാൻസ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ. ഇനി അവൾ പോയിട്ടുണ്ട്, അവൾ ചെയ്തിട്ടുണ്ട്, അവൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ പെർഫെക്റ്റ് ആണ്. ഓക്കെ. അവൾ അവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അവൾ അവിടെ പോയിട്ടുണ്ട്. അവൾ അവിടെ പോയിട്ടുണ്ട്. She has gone there. Yeah, she has gone there. Perfect ആണ്. She has gone there. Okay, അവൾ അവിടെ പോയിട്ടുണ്ട്. ഇനി അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞേ. അവൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്ത് വരും? She has been Singing. a song. She has been Singing. She has been അവൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുക എന്ന് പറയുമ്പോ Learning. ലേണിംഗ് പറയും. അപ്പോ she has been Learning. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സ്ട്രക്ചർ മറക്കരുത്. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രക്ചർ പഠിക്കണം എന്ന് പറഞ്ഞതാണ്. She has been She has been learning learning a song. a song. അവൾ പാട്ട് പഠിക്കുകയാണ്. She has been learning a song. സോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സ്ട്രക്ചേഴ്സ് നന്നായിട്ട് പഠിക്കുക. കുറച്ച് മലയാളം ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കാം. ക്ലിയർ ആണോ? Okay. ഓക്കെ. സോ വൈൻഡ് ചെയ്യാം. താങ്ക് യു. Thank Thank you, you. ma'am. Okay, thank you, ma'am. Thank you, ma'am.